ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ കുഞ്ഞനുജൻ ബഹുമാനപ്പെട്ട റിനോ കെ മാത്യു അച്ഛൻ, വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിലെ അവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇടവകയുടെ കല്ലിട്ട പെരുന്നാൾ വളരെ ആഘോഷമായി നാം ആചരിക്കുന്ന ദിവസങ്ങളാണ്. ഒരു പെരുന്നാളിൽ പ്രധാനമായും 4 കാര്യങ്ങൾ നാം സ്വായത്തമാക്കണം. ഒന്നാമത്തെ, പെരുന്നാളിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി, പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ കാണുക എന്നുള്ളതാണ്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനാണ്. ആ പിതാവിൻ്റെ അനുഗ്രഹീതമായ പാവനമായ കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. അതിനുശേഷം പുതിയ ദേവാലയത്തിൻ്റെ അച്ഛനോട് നേരത്തെ വിളിച്ച സന്ദർഭത്തിൽ ചോദിച്ചു, അച്ഛനിവിടെ വന്നിട്ടുണ്ടോ? ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒന്ന്, ഈ ദേവാലയത്തിൻ്റെ കൂദാശയ്ക്ക് ഞങ്ങൾ വൈദികർ കൊയർ പാടിയ സന്ദർഭത്തിൽ ഞാനും കൂടെ ചേർന്ന് അതിൽ സംബന്ധിച്ചു. അതിനുശേഷവും 1-2 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുക എന്നുള്ളതാണ്. ഇതിന് വികലമായി നമ്മുടെ മധ്യസ്ഥത മാറിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം പരിശുദ്ധനായ പരിമല തിരുമേനിയല്ല അനുഗ്രഹങ്ങൾ തരുന്നത്. ഞാനിത് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് തുബ്ദേൻ 3-4-5 തുബ്ദേൻ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ആരോടാ? കർത്താവിനോടാണ്. പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അടക്കുകയാണ്. സോദോം ഗോമോറോ നശിപ്പിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അബ്രഹാം ഇടപെട്ടിട്ട് ചോദിക്കുകയാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? അവസാനം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ലെന്ന് യഹോവയായ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുകയാണ്. അത് നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അതാണ് മധ്യസ്ഥന്മാരുടെ പ്രസക്തി. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒന്ന്, പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ കാണുക. ചില ഗ്രീക്കുകാർ, യവനായര് പെരുന്നാളിന് പോയി. അവര് വന്ന് അപ്പസ്തോലന്മാരോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കർത്താവിനെ കാണണം. അപ്പം നമ്മുടെ പെരുന്നാളിൻ്റെ ആദ്യത്തെ ലക്ഷ്യം ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സായുജ്യമാണ്. ഞാൻ ഇടയ്ക്ക് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി. ഒരു മനുഷ്യൻ, അയാൾ ആ ഇടവകയിലെ അംഗമൊന്നുമല്ല, അയാളൊരു ദേവാലയത്തിൽ വരും. ആ ദേവാലയത്തിൽ വന്ന് കുറച്ചു നേരം ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ആ ഫോട്ടോയിലേക്ക് നോക്കി ഇച്ചിരി നേരം ശാന്തമായിട്ടിരിക്കും. ശാന്തമായിട്ടിരുന്ന് ആ മനുഷ്യൻ ചെറു നേരം മൗനമായി പ്രാർത്ഥിക്കും. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരന് തോന്നി അയാൾ മോഷ്ടാവാണെന്ന് തോന്നി. സ്ഥിരമായിട്ട് അങ്ങനെ ദേവാലയത്തിൽ വരും, അയാൾ പ്രാർത്ഥിക്കുന്നതായിട്ടൊന്നും കാണത്തില്ല. ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് പോകും. 3-4 ദിവസമായപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത്? അയാൾ വളരെ വിനയത്തോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വരികയാണ്. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് കേൾക്കുന്നില്ലല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക്, ഞാൻ ക്രിസ്തുവിനെ ഇങ്ങനെ നോക്കി, ഞങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് സംസാരിക്കും. നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം അതാണ്. ശബ്ദവും ബഹളവും ഇല്ലെങ്കിൽ പ്രാർത്ഥനയല്ലെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ചുറ്റുപാടും ഒക്കെ അങ്ങനെയുള്ള ഒത്തിരി ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ വിഷയതല്ല. ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഹന്ന ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അവൾക്ക് ശബ്ദമൊന്നുമില്ല. അന്ന് ദേവാലയത്തിൽ പുരോഹിതൻ, ഏലി പുരോഹിതനാണ്. പുരോഹിതൻ അവളോട് ചോദിച്ചു, നീ വീഞ്ഞു കുടിച്ചിരിക്കുകയാണോ? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു ചിന്ത ഉണ്ട്. ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, പകൽ ഇത്ര സമയമായിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. വീഞ്ഞു കുടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു. അവളെന്തോ പുലമ്പ് കാണുമെന്ന് തോന്നി. അവളുടെ അധരം മാത്രമേ അല്ലെങ്കിൽ ഒരു ശബ്ദമില്ലാതിരിക്കുമ്പം ഏലി പുരോഹിതൻ പോലും വിചാരിച്ചു അവൾ വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല യജമാനെ, മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്. എന്താ അവളുടെ മനോവ്യസനത്തിന്റെ കാരണം? അവൾക്കൊരു കുഞ്ഞില്ല. ഏലി പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞയച്ചു. അവൾ പിറ്റേ വർഷം വന്നപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് ദേവാലയത്തിൽ വരുന്നത്. ഇതാണ് പ്രാർത്ഥന. അല്ല ശബ്ദവും ബഹളവും കൊണ്ടൊന്നും പ്രാർത്ഥനയാകത്തില്ല. നിങ്ങൾ ഇന്ന് ശാന്തമായിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാൻ 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങളൊക്കെ ഒന്ന് വായിക്കണം. യഹോവയായ ദൈവം കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പം ഏലിയാവിനെ ഒരു ഗുഹയുടെ മുഖത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്.
ഏലിയാവിനെ ഒരു ഗുഹയുടെ മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കാറ്റ്, പാറകളെ പിളർക്കുന്ന കാറ്റാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. ശക്തിയുള്ളൊരു കാറ്റ്, പാറകളെ പിളർക്കുന്ന കാറ്റാണ്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു തീ ഉണ്ടായി, തീക്കകത്ത് യഹോവ ഇല്ലായിരുന്നു. 4-മത് സാവധാനത്തിലുള്ള ഒരു മൃദുസ്വരം. ആ മൃദുസ്വരത്തിൽ ഏലിയാവ് കേട്ട ശബ്ദം, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നതാണ്. ശക്തമായി പാറകളെ പിളർക്കുന്ന കാറ്റിൽ യഹോവ ഇല്ല, ഭൂകമ്പത്തിൽ യഹോവ ഇല്ല, തീക്കകത്ത് യഹോവ ഇല്ല. സാവധാനത്തിലുള്ള മൃദുസ്വരം, അതാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധന. ശബ്ദം ബഹളമൊന്നുമല്ല, ശാന്തതയോടെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളു. അതുകൊണ്ട് ദൈവത്തെ കാണുക, അതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ 1-ാമത്തെ ലക്ഷ്യം. 2-ാമത്തെ ലക്ഷ്യം കെംതായുടെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുകയാണ്. ഈ പെരുന്നാളിൽ കർത്താവേ, നിന്റെ കോപത്തെ നീക്കണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നിന്റെ കോപത്തെ നീക്കണം. എനിക്ക് തോന്നുന്നത്, ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ഞാൻ ഇല്ലെങ്കിലും വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ നോഹയുടെ പ്രളയത്തിൻ്റെ കാലത്തെ ആളുകളാണ് ഇന്നും ഞാനും നിങ്ങളുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നോഹയുടെ കാലത്ത് പ്രളയം ഉണ്ടായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെല്ലാം വായിക്കുന്നു. ആ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ പറയാണ്, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളൊക്കെ അത്യന്തം ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. മനുഷ്യന്റെ ദുഷ്ടത വലുതാണ്. ഇന്ന് ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും അപഹരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളൊക്കെ അത്യന്തം ദോഷമുള്ളതെന്ന് യഹോവ കണ്ടപ്പം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. 2-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവത്തെ കാണുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം. 2-ാമത് ഞാൻ പറഞ്ഞു, ഈ പെരുന്നാളിൽ നിന്റെ കോപത്തെ നീക്കണം, ദൈവകോപം നീങ്ങിപ്പോകണം എന്നുള്ളതാണ് 2-ാമത്തെ പ്രാർത്ഥന. 3, ഈ പെരുന്നാളിൽ കെംതായുടെ നമസ്കാരമാണ്. ഈ പെരുന്നാളിൽ ഞങ്ങൾ നിർമ്മലരാകണം. നൈർമല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തിന്മയെല്ലാം മാറി നിർമ്മലത രൂപപ്പെടുത്തി എടുക്കാൻ ഈ പെരുന്നാളിന് സാധിക്കണം. 4-മത് പെരുന്നാളിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4-മത്തത്, ഞങ്ങൾക്ക് വെണ്മ തരണം. വെണ്ണയല്ല, വെണ്മ തരണം. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഹൃദയം വെണ്മയുള്ളതായി തീരണം. നിനക്ക് വസിക്കാൻ തക്കമുള്ള ഒരിടമായി വെണ്മയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരണം. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജീവിതത്തിൽ വെണ്മയുണ്ടായിരുന്നു. ഈ വെണ്മയെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങളിൽ മറുരൂപമലയിൽ നാം കേൾക്കുന്നുണ്ട്, അവൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി തീർന്നു. ദൈവത്തിൻ്റെ മാത്രമല്ല, മോശയും ഏലിയാവും അവിടെ സംഭാഷിക്കുന്ന ഒരു വളരെ വ്യക്തമായൊരു ചിത്രം. ഞാൻ 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. 1, നമ്മുടെ പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ കാണുക എന്നുള്ളതാണ്. 2, നമ്മുടെ പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവകോപം മാറിക്കിട്ടുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തോട്, ഈ സൃഷ്ടിയോട്, മനുഷ്യരോട് ദൈവത്തിൻ്റെ കോപം നീങ്ങിക്കിട്ടാൻ നാം പ്രാർത്ഥിക്കണം. 3, ഈ പെരുന്നാളിൻ്റെ 3-ാമത്തെ ലക്ഷ്യം നിർമ്മലരാകണം, നൈർമല്യം കൊണ്ട് നമ്മൾ നിറയണം. 4, നമ്മുടെ ഈ പെരുന്നാളിൻ്റെ ആത്യന്തിക ലക്ഷ്യം വെണ്മയുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ സാധ്യമായി തീരുമ്പം നമ്മുടെ പെരുന്നാൾ അർത്ഥവത്തായി തീരും. ഒറ്റ കാര്യം കൂടെ ദൈവവചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അന്തോനിയോസ് എന്ന് പറയുന്നൊരു പിതാവുണ്ട്. ആ പിതാവാണ് സന്യാസ പ്രസ്ഥാനം ആരംഭിച്ചത്. സഭയിൽ സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദേവാലയത്തിൽ പോയി. ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ പ്രസംഗിച്ച പ്രസംഗം, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ്
ദരിദ്രന്മാർക്ക് കൊടുക്കണം, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കണം. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. അദ്ദേഹം ജീവിച്ചു. ഇനിയും ഞാൻ സമ്പാദ്യങ്ങളൊന്നും വാരിക്കൂട്ടാനല്ല. അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി. ദീർഘകാലം പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങി വന്നു. 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പോയി. അദ്ദേഹമാണ് സന്യാസ പ്രസ്ഥാനം സഭയിൽ ആരംഭിച്ചത്. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ കേട്ട് മറന്നു പോകാനല്ല, ദൈവമേ നീ എന്നോട് സംസാരിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളെ അകറ്റി നിർമ്മലരായി ഞാനും നിങ്ങളുമായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. മറ്റൊരാൾക്ക് ഇതെങ്ങനെ ഇഫക്റ്റീവായി എന്നുള്ളതല്ല, എന്നോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കണം. എല്ലാ കൃപാവരങ്ങളും സമൃദ്ധിയായി ദൈവം നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അവരുടെ രാജാവ് യഹോവയെ ദൈവമാണ്. അവർ യുദ്ധത്തിന് പോകുമ്പം മാനുഷികമായ നിലയിലുള്ള ഒരു രാജാവിനേക്കാൾ കൂടുതൽ അവരോട് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് യഹോവയെ ദൈവമാണ്, പ്രവാചകന്മാരിലൂടെ. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പം അവര് നോക്കിയപ്പോൾ ചുറ്റുപാടുമുള്ള, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലൊക്കെ യുദ്ധം ചെയ്യാൻ അവർക്കൊരു രാജാവുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് യുദ്ധം നയിക്കാൻ രാജാവുണ്ട്. അവര് രാമയിൽ ശമൂവേലിൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തരണം എന്ന്. ശമൂവേലിന് അത് അനിഷ്ടമായി. ഞാൻ അല്പം ഒന്ന് ഡൈവേർട്ട് ചെയ്യാണ്. ചുറ്റുപാടും ഒക്കെ നോക്കിയാണ് ക്രൈസ്തവ സഭയ്ക്ക് അധപ്പതനം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ധാരാളമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ സത്യം പറയാതിരിക്കാനൊക്കെയല്ല. നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന അരുളിക്ക എന്ന് പറയുന്നൊരു സാധനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അറിയത്തില്ലേ? എന്തേ നിങ്ങളത് മിണ്ടാതിരിക്കുന്നത്? ഉറങ്ങാണോ? ഉറങ്ങാണേ ഉറങ്ങിക്കോ കേട്ടോ, ഒരു കുഴപ്പമില്ല. സത്യമാണ്, വളരെ അപൂർവമായിട്ടേ അങ്ങനെ കിട്ടത്തുള്ളൊരു ഭാഗ്യം. പണ്ട് ഒരാൾ ഈ പ്രസംഗം കേട്ടിട്ട് താഴെ വീണ് മരിച്ചുപോയി. ആരാ? നമുക്കാകെ അറിയാൻ പാടില്ലാത്തത് ദൈവവചനത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് കാഷ്വലായിട്ട് ചോദിക്കാം, ഒരു പ്രാവശ്യം വേദപുസ്തകം ഫുള്ള് വായിച്ചിട്ടുള്ളടുത്ത് കൈപൊക്കിക്കുക. വെരി ഗുഡ്. നിങ്ങളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ബാക്കിയുള്ളവരാരും വായിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ വന്യ ഗുരുനാഥനായിരുന്ന TJ ജോഷു അച്ഛൻ്റെ കൊച്ചമ്മ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടാണ് മരിച്ചത്. കൊച്ചമ്മ വളരെ ബിസി ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഡോക്ടറായിരുന്നു. ഡോക്ടറായിരിക്കുന്ന സന്ദർഭത്തിൽ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം വേദപുസ്തകം ആ ടേബിളിലുണ്ട്. ഒരു പേഷ്യൻ്റ് വരാൻ താമസിച്ചാൽ കൊച്ചമ്മ വേദപുസ്തകം എടുത്ത് വായിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട TJ ജോഷു അച്ഛൻ പ്രസംഗിച്ചു. 25 പ്രാവശ്യം 66 പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകം എൻ്റെ ഭാര്യ വായിച്ചു തീർത്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പോലും വായിച്ചു തീർത്തിട്ടില്ല. ഇതെന്താണെന്നൊന്ന് അറിയണ്ടേ മരിക്കുന്നതിന് മുമ്പ്? നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്താ? ഞങ്ങൾക്ക് മനസ്സിലായി, മരിക്കുന്നതിന് മുമ്പ് മതിയല്ലോ എന്ന് വിചാരിച്ചു. മനുഷ്യൻ്റെ മരണഗതി അവൻ്റെ കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക്
അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ച മശിയാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എവിടുന്ന് എവിടം വരെയായി? പണ്ടൊക്കെ തീരെ വയ്യാതെ ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കും. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ്. അവർ ചെറിയ എന്തെങ്കിലും പിണക്കങ്ങളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ വയ്യാതെ കിടക്കുന്ന സന്ദർഭത്തിൽ മരിക്കുന്നതിന് മുമ്പ് ആളയച്ചിട്ട് പറയും, അത്യാവശ്യമായിട്ട് എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് അവരോട് ക്ഷമ ചോദിക്കും. ഇതിനപ്പുറം അതൊക്കത്തില്ല കേട്ടോ. സ്ത്രീകളുടെ മരണാനന്തര ശുശ്രൂഷയുണ്ട്. ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കാഷ്വലായിട്ട് പറയാം. അവിടെ തൈലം ഒഴിച്ചു കഴിഞ്ഞൊരു പാട്ടുണ്ട്. അനുതാപത്തിനങ്ങിടമില്ലെന്നേവം ഞാൻ കേൾപ്പതിനാലൻ സോദരരെ ഖേദിക്കുന്നൻ. ഹല്ലേലൂയ. അനുതാപത്തിനൊരു സോറി പറയാൻ ഇവിടെ ഉള്ളൂ, ഇതിനപ്പുറം ഇല്ല. ഞാൻ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തിരുവചനം വായിക്കണം, രാവിലെയും വൈകിട്ടും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുവചനത്തിൽ വായിച്ച് നിങ്ങൾ വായിച്ചിട്ടുള്ളൊരു ശ്രദ്ധിച്ചോണെന്ന് എനിക്കറിയത്തില്ല. വെറും കൈയായി ദേവാലയത്തിൽ വരരുത്. അദ്ദേഹം എവിടെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയാലും ആ ഭണ്ഡാരത്തിൽ പണം ഇട്ടിട്ടേ പോകത്തുള്ളൂ. വളരെ വിദൂരതയിലുള്ളൊരു ദേവാലയത്തിൽ പോയി അവിടെ എന്തോ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്ന് മറന്നുപോയി, കാറെ കയറി പോന്നു. ദേവലോകത്ത് വന്നതിന് ശേഷം അദ്ദേഹം ഡ്രൈവറെ പറഞ്ഞയച്ചു, ആ ദേവാലയത്തിൽ പോയി ഭണ്ഡാരത്തിൽ പണം ഇട്ടേച്ച് വരാൻ പറഞ്ഞു. ഇത് വായിച്ചാൽ നമ്മൾ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ വായിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മരണം വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ദൈവവചനം പൂർണ്ണമായിട്ട് നിങ്ങൾ വായിക്കണം. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് ചോദിച്ചു. ദൈവം മനസ്സിലാക്കി തരും, മനസ്സിലാകുന്ന മതി. പക്ഷേ ഇന്ന് മുതലെങ്കിലും അതാരംഭിക്കുവാൻ നിങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാവും. അരുളിക്ക എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് കത്തോലിക്ക സഭ വിശുദ്ധ കുർബാന അതിനകത്ത് വെച്ചോണ്ട് നടത്തുന്ന, അതുകൊണ്ടാണ് റാസ എന്നതിന് പേര് വന്നത്. റോസോ എന്ന് പറഞ്ഞാൽ രഹസ്യമെന്നാണ്. ഈ രഹസ്യം കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അതിന് റാസ എന്ന് പേരിട്ടിരിക്കുന്നത്. നമുക്ക് റാസയില്ല, കാരണം നമ്മൾ വിശുദ്ധ കുർബാന അരുളിക്കായ്ക്കകത്ത് കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഇച്ചിരി മനോഹരമാണെന്ന് തോന്നി. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല. വൈദികര് ഇത് മേടിച്ച് നമുക്ക് ത്രോണോസിൽ പലരും വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ആരാധനയ്ക്ക് ചെല്ലുന്ന ഒരു പള്ളിയിലും ത്രോണോസിൽ അത് വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കത്തില്ല. ഒരു പക്ഷേ നേരത്തെ മേടിച്ച് വെച്ചതായതുകൊണ്ട് പ്രദക്ഷിണത്തിന് വേണമെങ്കിലും ചിലപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് വരും. അതുകൊണ്ട് നമുക്ക് റാസയില്ല, പ്രദക്ഷിണം മാത്രമേ ഉള്ളൂ. ഒന്ന്. രണ്ട്, ഈ നമ്മൾ നടത്തുന്ന പ്രദക്ഷിണം ഞാൻ ആര് പിണങ്ങിയാലും ലൈവാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു പള്ളിയിൽ പ്രദക്ഷിണത്തിന് പോയി, പെരുന്നാളിൻ്റെ. ഞാൻ സത്യത്തിൽ വളരെ സങ്കടപ്പെട്ട് തുടങ്ങിയപ്പം എൻ്റെ കൂടെ ഒരു സീനിയർ വൈദികനെ കൂടെ ഞാൻ കൊണ്ടുപോയായിരുന്നു. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ തുടക്കം കഴിഞ്ഞപ്പം ഞാൻ മടങ്ങി വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് എനിക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. സാംസ്കാരിക ഘോഷയാത്രയല്ല നമ്മുടെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം. ഭക്തിയോടെ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനായ പരമന കൊച്ചുതിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുമ്പം ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ പല ദേവാലയങ്ങളിലും സങ്കടത്തോടെ പറയുന്നതാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക ഘോഷയാത്രയാണ്, മാർഗം കളി ഉൾപ്പെടെയുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിച്ച് നടത്തിക്കോ, കുഴപ്പമില്ല. പക്ഷെ പ്രദക്ഷിണം നടത്തുന്നതിനിടയ്ക്ക് എനിക്ക് സങ്കടം തോന്നിയൊരു വിഷയമാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയം ഉണ്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഡോണ്ട് മൈൻഡ്. അതുകൊണ്ട് പ്രദക്ഷിണം അനുഗ്രഹത്തിന് വേണ്ടി നടത്തുന്നതാണ്, ഘോഷയാത്രയല്ല. ഇത് തിരിച്ചറിയണം. ഇതാണ് ചുറ്റുപാടും ഉള്ളിടത്തൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഓരോ പള്ളിയിൽ ഒന്നുമില്ലെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് പിറ്റേ വർഷം അത് തുടങ്ങാൻ വേണ്ടി ആരെ കൊണ്ടേലും നേർച്ചയായിട്ട്, സ്പോൺസർ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ആരെയും കൊണ്ടേലും നേർച്ചയായിട്ട് ഇതൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ സംസ്കാരവുമായിട്ടോ നമ്മുടെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണവുമായിട്ടോ പുലബന്ധം പോലുമില്ലെന്ന് സത്യസന്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. അവർ ശമൂവേലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തന്നു. ശമൂവേലിനത് വലിയ സങ്കടമായി. കാരണം യഹോവയായ ദൈവം അവർക്ക് രാജാവായിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നപ്പം
ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം യഹോവയെ ദൈവം പറഞ്ഞു, നിന്നെ അല്ല അവർ ത്യജിച്ചത്, എന്നെയാണ്. നീ അവരുടെ ഇഷ്ടമനുസരിച്ച് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്യുക. ശമൂവേൽ പ്രവാചകനാണ് കൊമ്പിൽ അഭിഷേകം ചെയ്യുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നാണ്. അഭിഷേകം രാജാക്കന്മാരെ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, 3 കൂട്ടം ആളുകളെയാണ് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തിരുന്നത്. ഇവരെ 3 പേരെ അഭിഷേകം ചെയ്യുമ്പം തിരുവചനത്തിൽ ഉടനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നാണ്. നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ശൗൽ വളരെ ധീരമായി ഇസ്രായേൽ ജനത്തെ നയിച്ചു. ശൗലും പ്രവാചകന്മാരുടെ ഗണത്തിലോ എന്ന് പറയത്തക്കോണം അത്രമാത്രം പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിച്ചെങ്കിലും ദൈവത്തിന് അനിഷ്ടമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതെന്താണെന്നൊന്നും വിവരിച്ച് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നിന്ന് അവനെ മാറ്റി പകരം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 2ാമത്തെ രാജാവായി ആരെ അഭിഷേകം ചെയ്തു? ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദിനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് ദാവീദ് വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. ദാവീദ് ഊരിയാവിനെ യുദ്ധക്കളത്തിൽ വെച്ച് കൊന്ന് ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ തന്റെ ഭാര്യയാക്കി. ഒരു മകൻ ജനിച്ചു. ആ മകൻ ജനിച്ചു കഴിഞ്ഞ് അവൻ മരിക്കാറായി. ദാവീദ് നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം പ്രാർത്ഥന കേട്ടില്ല. ആ കുഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയിൽ നിന്ന് ദാവീദിന് 2ാമത് ജനിച്ച മകനാണ് ആര്? ശലോമോൻ. ശലോമോന് ശേഷം രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. ആദ്യം ശൗൽ, 2 ദാവീദ്, 3 ശലോമോൻ. ശലോമോന് ശേഷം 12 ഗോത്രങ്ങളുള്ള ഇസ്രയേൽ വിഭജിക്കപ്പെട്ടു. അതിൽ 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രയേൽ എന്നും 2 രാജ്യങ്ങൾ, 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ എന്നും പേരായി. അതിനുശേഷം ഇവർ തമ്മിൽ മത്സരമായി, യുദ്ധമായി. അങ്ങനെ വന്നപ്പം അവരുടെ ശക്തി കുറഞ്ഞു വന്നു. സഹോദരങ്ങൾ ഒന്നിച്ചു നിന്നാൽ ശക്തിയുണ്ട്, ഇല്ലെങ്കിൽ ബലഹീനമാകും. അപ്പൊ അങ്ങനെ അശൂർ, ബാബിലോൺ എന്നീ സാമ്രാജ്യങ്ങൾ അവരെ കീഴടക്കി. അവരെ പല സ്ഥലങ്ങളിലായി ചിതറി പാർപ്പിച്ചു. നമ്മൾ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് അവിടെ സിനഗോഗുണ്ട്. സിനഗോഗിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും. 10 പുരുഷന്മാര് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആരാധന നടക്കത്തുള്ളൂ. അപ്പൊ അവരുടെ സംവിധാനം അങ്ങനെയാണ്. അവരെ പല സ്ഥലങ്ങളിലായി ചിതറി പാർപ്പിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് 1 ദേവാലയം നഷ്ടപ്പെട്ടു, 2 അവരുടെ പ്രാർത്ഥനയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരുടെ ആത്മീയ ജീവിതം തണുത്തു. അപ്പൊ അവര് നമ്മളെ പോലെ ചിന്തിച്ചു തുടങ്ങി, ഇനിയിപ്പോ നമുക്ക് ആരാധിക്കാൻ ദേവാലയമില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ ആത്മീയ ജീവിതം തണുത്തിരിക്കുമ്പം യെശയ്യാവ് അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വെച്ചത്. കുറച്ചുകൂടെ 40-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രയേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകനെ കുറിച്ചാണ് 5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. ദൃഷ്ടാന്തത്തിലൊന്ന് കഴുകനാണ്. കഴുകന്റെ ഏറ്റവും 1ാമത്തെ പ്രത്യേകത, ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും പല പക്ഷികളും ഇങ്ങനെയൊക്കെ ശ്രമം നടത്തും. പക്ഷേ ഒരു റേഞ്ച് കഴിയുമ്പം
പിന്നെ അതിന് പ്രാണവായു കിട്ടാതെ താഴേക്ക് അത് പോരും. പക്ഷെ കഴുകൻ അങ്ങനല്ല. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ അതിങ്ങനെ മാർഗമധ്യേ ഒരു പക്ഷേ മലകൾ കാണും, വലിയ മരങ്ങൾ കാണും. ഇത് കാണുമ്പം മറ്റു പക്ഷികളൊക്കെ നിരാശപ്പെട്ട് പുറകോട്ട് പോരുമ്പം കഴുകൻ ചിറകടിച്ച് ഉയർന്ന് ആ പ്രതിസന്ധികളെ അതിജീവിക്കും. ഒന്നാമത് രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നാമത്തത്, പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. യഹോവയെ കാത്തിരിക്കുന്നവൻ അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഏലിയാവ്. ഏലിയാവ് ഇസബേലിനെ ഭയന്ന് ഓടുകയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു, 1 രാജാക്കന്മാർ 18, 19 അധ്യായങ്ങൾ ഇന്ന് സമയം കിട്ടുമെങ്കിൽ രാത്രിയിൽ ഒന്ന് വായിച്ചിട്ട് കിടക്കാം. ഏലിയാവ് ഇസബേലിനെ ഭയന്ന് ഓടുകയാണ്. എന്താ കാരണം? ബാലിന്റെ 450-ലധികം പ്രവാചകന്മാരെ വാളുകൊണ്ട് ഏലിയാവ് കൊന്നു. നാളെ ഈ നേരം ഉണ്ടെങ്കിൽ നിന്റെ ജീവനെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏലിയാവ് ശക്തമായി കൊട്ടാരങ്ങളിൽ ചെന്ന് രാജാവ് ചെയ്യുന്നത് തിന്മയാണെങ്കിൽ തിന്മയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ ഇസബേലിനെ ഭയന്ന്, ജീവനെ ഭയന്ന് ഓടുകയാണ്. ഓടി ഓടി ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചെന്നു. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ എൻ്റെ പ്രാണനെ എടുക്കണം, എനിക്കത് മതി. അവൾ എന്നെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് നീ എൻ്റെ പ്രാണനെ എടുക്കുകയാണ്. ഏലിയാവിന് അവിടെ വെച്ച് ഒരാഹാരം കൊടുത്തു. ആ ആഹാരത്തിൻ്റെ ബലത്തിൽ 40 രാവും 40 പകലും യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ഏലിയാവ് നടന്നുപോയി. അവിടെ ചെന്ന് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏലിയാവ് കെരീത്ത് തോടിനടുത്ത് കിടക്കുകയാണ്. കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളം കൊടുക്കും. ആഹാരം ആര് കൊടുക്കും? ആഹാരം ആര് കൊടുക്കും? നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചുറങ്ങരുത്. ആരാ ആഹാരം കൊടുക്കുന്നേ? കാക്ക ആഹാരം കൊടുക്കും. കാക്ക ആഹാരം കൊടുക്കുന്ന കട്ടിനുണ്ടോ? അടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ കാക്ക കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവം കൽപ്പിച്ചതനുസരിച്ച് ആഹാരം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും പ്രതിസന്ധി. ഒരു പ്രതിസന്ധി കണ്ടോണ്ടാണ് ഓടുന്നേ. ആ പ്രതിസന്ധി എന്താ പ്രതിസന്ധി? കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നു. എന്നെ വളരെ, ഞാൻ സത്യത്തിൽ ആരാധനയിൽ നിൽക്കുമ്പോഴും ഏത് ശുശ്രൂഷയിൽ നിൽക്കുമ്പോഴും പൂർണ്ണമായി ശ്രദ്ധിച്ച് നിൽക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. യൗപ്പതിയക്കിനോ ശമ്മാശന്മാരുടെ ആദ്യത്തെ പടിയാണ്. ആ പട്ടംകുടയിൽ വായിക്കുന്ന ഏവങ്കല്യനുണ്ട്. സരപ്തയിൽ ധാരാളം വിധവമാരുണ്ടായിരുന്നു. ഇസ്രായേലിലെ സരപ്തയിൽ ധാരാളം വിധവമാരുണ്ടായിരുന്നു. അതിൽ സരപ്തയിലെ വിധവയുടെ അടുക്കലേക്കല്ലാതെ ഏലിയാവ് അയക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഏലിയാവ് പോയതല്ല, ദൈവം അയച്ചതാണ്. അവിടെ ചെന്നപ്പോൾ ക്ഷാമം വളരെ രൂക്ഷമാണ്. അപ്പോൾ അവളോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന്. വെള്ളം എടുക്കാൻ പോയപ്പം ഏലിയാവ് പറഞ്ഞു, എനിക്കൊരു ഇച്ചിരി അടയും കൂടെ തരാം, വിശന്നാണ്. ഈ സ്ത്രീ അവളുടെ നിസ്സഹായത പ്രവാചകനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ തുരുത്തിയിൽ ഒരല്പം പറ, കലത്തിൽ ഒരല്പം മാവും തുരുത്തിയിൽ ഒരല്പം എണ്ണയും, ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാനേ ഉള്ളൂ. കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കുകയാണ്, വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഏലിയാവ് നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരെണ്ണം നിനക്കൂടെ തരാം, ഏതായാലും മരിക്കുകയല്ലയോ. കൊടുത്തു. തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യത്തിനും ഇതാണ്. ആ ക്ഷാമകാലം തീരുന്നത് വരെ അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, തുരുത്തിയിലെ വെള്ളം കുറഞ്ഞു പോയില്ല. നിങ്ങൾ എന്ത് കൊടുത്താലും, ദേവാലയവും ദൈവിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കൊടുത്താലും തീർച്ചയായിട്ടും ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരും. പ്രതിസന്ധികൾ ഒത്തിരിയുണ്ട്. പൗലോസ്ലീഹ ഗലാത്യയിൽ താമസിച്ചു. എന്താണ് അസുഖമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു. ഗലാത്യയിൽ ശരിക്കും ശാരീരിക രോഗത്തിന്റെ മധ്യത്തിൽ പൗലോസ്ലീഹ താമസിച്ചു. അത് ആ പ്രദേശത്ത് സുവിശേഷം പ്രചരിപ്പാൻ ഇടയായി. 2 വർഷം റോമിൽ കാരാഗ്രഹത്തിൽ ജയിലിൽ കിടന്നു. കാരാഗ്രഹത്തിൽ എഴുതിയ ലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കാൾ വളരെ ഇഫക്റ്റീവായിരുന്നു.
അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധികളെ നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്നാമത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കുന്നതിനാണ്. പാരഡൈസ് ലോസ്റ്റ്, പർദീസ നഷ്ടപ്പെട്ട മഹാകാവ്യം എഴുതിയ ജോൺ മിൽട്ടൺ, സ്കോട്ട്ലൻഡിലെ പ്രസംഗകരായിരുന്ന ജോർ മദേസൻ, അവർ രണ്ടുപേരും അന്ധരായിരുന്നു. അന്ധതയാണ് അവരെ ആത്മീയ ദർശനമുള്ളതാക്കി തീർത്തു. ഞാൻ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ അതുകൂടെ കണക്ട് ചെയ്തിട്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പ്രതിസന്ധികളെ അതിജീവിക്കുവാനാണ്. പ്രതിസന്ധികൾ കണ്ടിട്ട് തളർന്നു പോകാനല്ല. നിങ്ങൾ അവരെ പഠിപ്പിക്കണം. നിർബന്ധമായും തലമുറകൾക്ക് കൈമാറി കൊടുക്കേണ്ടത് പ്രതിസന്ധികളെ അതിജീവിക്കാനാണ്. അല്ലെങ്കിൽ കയറിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കും. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഈ ഉയരത്തിൽ നമ്മൾ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ്. ഉയരത്തിൽ കഴുകൻ പറക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം, ഉയരത്തിലേക്ക് പ്രവേശിക്കും തോറും ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ചെറുതാണെന്ന് തോന്നും. എൻ്റെ മൂത്ത സഹോദരി വയനാട്ടിൽ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, CMS ഹൈസ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവധി വരുമ്പം ഞാൻ വയനാട്ടിലേക്ക് പോയി. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നതാണ് അന്നും ഇന്നും. ഇപ്പം നമുക്കറിയാം, നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞുള്ള യാത്രയെന്ന് പറഞ്ഞ ഏറ്റവും വളരെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. അതിങ്ങനെ ആ വളവുകളൊക്കെ ഇങ്ങനെ ഹെയർപിൻ കേവ്സ് എല്ലാം കയറി കയറി മേളിൽ ചെല്ലുമ്പം താഴോട്ട് നമ്മൾ ആ ജനലിനകത്തൂടെ ബസ്സിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് നോക്കുമ്പം വലിയ KSRTC ബസ്സൊക്കെ എത്രയുണ്ട്? ഒരു തീപ്പെട്ടിയുടെ അത്രയുണ്ട്. ബസ് കുറഞ്ഞു പോയതുകൊണ്ടാണ്? അല്ല, ആത്മീയമായിട്ട് നമ്മൾ ഉയരുമ്പം ഈ ഭൂമിയിലുള്ളതൊക്കെ ചെറുതാണെന്ന് തോന്നും. പൗലോസ്ലീഹ പറയാ, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണി. ആത്മീയതയുടെ നിറവിൽ പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. കുറച്ചുകൂടെ പറയാണ്, ചവറെന്നാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്, നമുക്കിതെല്ലാം വലുതാണെന്ന് തോന്നും. യാക്കോബ് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നാണ്. നമ്മുടെ അറ്റാച്ച്മെന്റ് എല്ലാം നമ്മൾ ലോകത്തോടാണ്. അതുകൊണ്ടാണ് മരിക്കാൻ നമുക്ക് ഭയം. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ വൈദിക യോഗം, നോമ്പ് തുടങ്ങുന്ന അന്ന് തിങ്കളാഴ്ച ഒരു വൈദിക യോഗം ക്രമീകരിച്ചു. അഭിനന്ദ ഞങ്ങളുടെയൊക്കെ ബന്യ ഗുരുനാഥനായ ഗബ്രിയേൽ തിരുമേനിയാണ്. മരണാനന്തര ജീവിതം എത്ര അനുഗ്രഹമാണ്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ മാലാഖമാർ വരും. എത്ര മനോഹരമായ സ്ഥലമാണ്. തിരുമേനിയുടെ ആ ക്ലാസ് കേട്ട് എനിക്ക് ഒത്തിരി വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണത്. ഞാൻ അതിനെക്കുറിച്ച് സത്യത്തിൽ ഒരു ഗവേഷണം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുമേനി പറയാ, പാർക്കാൻ വാസസ്ഥലങ്ങളുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയാണ്, എന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ നമുക്ക് പാർക്കാനാണ് മരണത്തിന് ശേഷം. അത് ഇപ്പം തിരുമേനി വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഇപ്പം ബാവ തിരുമേനി, അത് കഴിഞ്ഞ് മെത്രാപ്പൊലീത്തന്മാർ, അത് കഴിഞ്ഞ് കോറപ്പിസ്കോപ്പമാർ, അത് കഴിഞ്ഞ് റമ്പാന്മാർ, അത് കഴിഞ്ഞ് വൈദികര്, അത് കഴിഞ്ഞ് ചെമ്മാശന്മാർ, ഇങ്ങനെ ഒരു ഓർഡറാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല. വിശുദ്ധിയാണ് ഓർഡറിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതനുസരിച്ചുള്ള വാസസ്ഥലങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ ഭാരപ്പെടണ്ട. ഇതിനപ്പുറം നമുക്ക് വളരെ സ്വർഗീയമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറും. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ അതുകൊണ്ടാണ് ഈ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചിട്ട് എന്തും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ, രാത്രിയിൽ ഉറങ്ങാതെ മറ്റുള്ളവൻ്റെയൊക്കെ അപഹരിച്ചിട്ട് എങ്ങനെയെങ്കിലും തൻ്റെ സമ്പത്തിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് ഈ ലോകവും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും ഓർത്തുകൊണ്ടാണ്. പൗലോസ്ലീഹ വളരെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൊരിന്ത് ലേഖനത്തിൽ. അതുകൊണ്ട് അത് സക്കായി, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായി കാട്ടത്തിൽ കയറി. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, അവന് നീളക്കുറവായിരുന്നുകൊണ്ട് കാണാൻ കയറിയതാണ്. പക്ഷെ ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. അവൻ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയർന്നപ്പോൾ അവൻ പറയാണ്, എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അതുവരെ കിട്ടാവുന്നത് മുഴുവൻ പിടിച്ചു പറിച്ചെടുത്തുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയർന്നപ്പം അവൻ്റെ ജീവിതത്തിന് മാറ്റം വന്നു. ഞാൻ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുകയാണ്.
രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഒന്ന്, പ്രതിസന്ധികൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. ഈ ഇരിക്കുന്ന കുഞ്ഞു തൊട്ട് ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെ ചോദിച്ചാൽ അവർക്കെല്ലാം പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ കണ്ടിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിച്ച് ധീരമായി നേരിടണം എന്ന് ഈ കഴുകൻ ഒന്നാമത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കഴുകൻ്റെ പ്രത്യേകത, കഴുകൻ്റെ കാഴ്ച ശക്തി വളരെ വലുതാണ്. മറ്റു പക്ഷികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. 5 കിലോമീറ്റർ ഉയരത്തിൽ പാർക്കുമ്പോൾ താഴെയുള്ള ചെറിയ ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ പോലും കാണാനുള്ള കാഴ്ച കഴുകനുണ്ട്. ഞാൻ പറയുന്നത് കണ്ണിന് കാഴ്ച ഉണ്ടാകാനല്ല, നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുത്തണം. കഴുകന്റെ കാഴ്ച 5 കിലോമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുമ്പോൾ താഴെയുള്ള ചെറിയ സാധനങ്ങൾ പോലും കാണാൻ കാഴ്ച കഴുകനുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുത്തണമെന്നാണ് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. സംസ്കൃതത്തിലൊരു ശ്ലോകമാണ്, ഗതാനുഗതേ ലോക നാ ലോക പരമാർത്ഥിക. ലോകം പോകുന്നതിന് പിറകെ പോകുന്നവൻ പരമാർത്ഥം അറിയാത്തവനാണ്. അതിനോട് ചേർന്നൊരു കഥയും കൂടെ. ആ കഥ ഇങ്ങനെയാണ്. ഒരു ബ്രാഹ്മണൻ കുളിക്കാനായിട്ട് പോയി, സ്നാനത്തിന് പോയി എന്നാണ് പറയുന്നത്. കുളിക്കാൻ പോയപ്പം തൻ്റെ കയ്യിൽ ഒരു ഓട്ടുപാത്രമാണ്. ഈ ഓട്ടുപാത്രം ഇതാരും കുളി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ആ നദിയുടെ കരയിൽ ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് ഈ പാത്രം അതിനകത്ത് ഇറക്കി വെച്ച്, ആരും കണ്ടിട്ടില്ല, അത് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കി വെച്ചു. ബ്രാഹ്മണൻ കുറേ സമയം എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം ആ നദിയുടെ കര മുഴുവൻ കുളിക്കാൻ വന്ന പുള്ളികളെല്ലാം ശിവലിംഗം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബ്രാഹ്മണൻ അവസാനം കുളി കഴിഞ്ഞ് വന്നപ്പോൾ തൻ്റെ പാത്രം എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്. ലോകം പോകുന്നതിന് പിറകെ പോകുന്നവരൊന്നും പരമാർത്ഥം അറിയാത്തവരാണ്. കഥ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. പിശാചി ബാധിച്ചൊരു മനുഷ്യനാണ്. അത് വായിക്കുമ്പോൾ തന്നെ ഭീകരത തോന്നും. അപ്പൊ കണ്ടാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. അവനെ ആർക്കും ബന്ധിച്ചു കൂടാഞ്ഞു. ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ചങ്ങല പൊട്ടിച്ചു കളയും, വിലങ്ങ് വെച്ചാൽ വിലങ്ങ് ഒടിച്ചു കളയും. അവൻ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല, വിളിച്ചു പോയിക്കൊണ്ട് നടക്കുകയാണ്. കല്ലുകൊണ്ട് തന്നെത്താനെ ചതയ്ക്കുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്നു. കർത്താവിനെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പം ഞങ്ങള് ലഗ്യോ പിശാചി പറയുക, പന്നിക്കൂട്ടത്തിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ദൈവം കർത്താവ് പന്നിക്കൂട്ടത്തിലോട്ട് വിട്ടു. ഈ പന്നികളെല്ലാം കൂടെ ഓടുകയാണ്. ഇത് വേദപുസ്തകത്തിലില്ല. പന്നി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാല് കഴിച്ചപ്പം അമ്മയോട് പറയാം, അമ്മ അവിടെ നിന്നേ, നമ്മളെങ്ങോട്ട് പോവാം. അപ്പം ഈ അമ്മ പറയുക, എൻ്റെ പൊന്നു മക്കളെ, എനിക്കും അറിയത്തില്ല, എങ്ങോട്ട് പോവാ? കടലിലോട്ട് വീണ് മരിക്കാൻ പോവാ. ഇങ്ങനെ ലോകം പോകുന്നതിന് പിറകെ പോകുന്നവരൊന്നും പരമാർത്ഥം അറിയാത്തവരാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ലോകം പോകുന്നതിന് അനുകൂലപ്പെട്ട് പോകാൻ വേണ്ടിയല്ല ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചത്. നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ലോകം പോകുന്നതിന് പിറകെ പോകാനല്ല, വ്യത്യസ്തരായിട്ട് പോകണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി മലങ്കര സഭയ്ക്കുണ്ടായത്, വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയ്ക്കുണ്ടായത് ലോകം പോയതുപോലെ പോകാൻ വേണ്ടിയല്ല. എല്ലാവരും ഉറങ്ങുന്ന സന്ദർഭത്തിലും ആ പിതാവ് പ്രാർത്ഥിക്കുകയാണ്. ആ പിതാവിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴും പഴയ സെമിനാരിൽ കയറിയിട്ട് ആ കൊല്ലാൻ വന്നയാള് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നപ്പം ഒരു ചെറിയ ഹോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ചെറിയ ഹോളിനകത്തൂടെ ഇങ്ങനെ അയാൾ തിരുമേനിയെ കൊല്ലാൻ വേണ്ടിയാണ്, അതിനകത്ത് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അയാളിങ്ങനെ നോക്കിക്കുമ്പം തിരുമേനി ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ മനുഷ്യൻ മടങ്ങിപ്പോയി, കൊല്ലാൻ വന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ തിരുമേനിയുടെ പാദത്തിൽ ചെന്ന് വീണിട്ട് പറഞ്ഞു, തിരുമേനി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ലോകം പോയതുപോലെ പോകാൻ വേണ്ടിയല്ല. 1 പത്രോസ് 2:9 പറയാവോ വാക്യം? വളരെ കറക്റ്റ്. വായിച്ചാണോ? നോക്ക് വായിച്ചാണോ? അല്ല, ആരായിരുന്നു? കൈയൊന്ന് ഉയർത്തിക്ക്. വെരി ഗുഡ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ലോകം പോകുന്നത് പോലെ പോകാനല്ല,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായിട്ടാണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചതല്ല. ഇതിനകത്തെങ്ങും നോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം നരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഞാൻ KSEBയിൽ ബില്ലടയ്ക്കാൻ പോയി, കറണ്ട് ചാർജിൻ്റെ ബില്ലടയ്ക്കാൻ പോയി. ഞാൻ ഇന്ന് വരെ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന പെരളശ്ശേരിയിലാണ്. പെരളശ്ശേരിക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. LP സ്കൂളിൽ ഞാനിവിടെ ചെല്ലുമ്പോൾ പുരോഹിതൻ എന്നുള്ള നിലയിൽ പല ആളുകളും എന്നോട് പറയും, അച്ഛൻ പോയിക്കോ, വോട്ട് ചെയ്യാൻ പോകും. ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. അവരെക്കാൾ കൂടുതൽ വലിയ പ്രത്യേകത പുരോഹിതൻ എന്നുള്ള നിലയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും ബാക്കിൽ നിന്ന് എപ്പോഴാണോ എൻ്റെ ഊഴം വരുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ പള്ളിയിലും പറയും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് കൈമുത്താൻ വരുമ്പം നമ്മുടെ സീമാ നമസ്കാരത്തിന് പാട്ടുണ്ട്, പിമ്പിൽ നിൽപ്പൊരു ഉന്തിത്തള്ളും അറിയോ മുമ്പന്മാരെ. ഈ ബാക്കിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ രണ്ടാമത് കൈമുത്തുക. ഈ രവി എന്ന് പറയുന്ന ഒരാള്, പുള്ളി അവിടെ ഇരിക്കുകയാണ്. 10:10 ശരിക്കും 10 മണിക്ക് കറണ്ടിയാർ എടുത്തു തുടങ്ങേണ്ടതാണ്. 10:10 ഞങ്ങളുടെ കൗണ്ടറിലാരും വന്നിട്ടില്ല. തൊട്ടങ്ങേപ്പുറത്ത് പുള്ളി 9 മണിക്ക് എടുക്കുകയാണ്. ഞങ്ങൾ യാതൊരു പരിചയമില്ല. 10:10 ഈ മനുഷ്യൻ, ഞങ്ങളാരും ആവശ്യപ്പെട്ടതല്ല, അയാൾ അവിടെ ക്യൂവിൽ നിന്നവരോട് പറഞ്ഞു, ഇത്രയും നേരം നിങ്ങളുടെ എടുത്തു, അത് ഇവിടെ ചുമതലയുള്ള ആൾ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു അല്പസമയം അവരുടെ എടുക്കുകയാണെന്ന് പറഞ്ഞ് എടുത്തു. ഞാൻ കറണ്ടിയാറൊക്കെ അടച്ചിട്ട് പോന്നു. ഞാൻ അന്ന് ആറ്റുവ എന്ന് പറയുന്ന പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ ബൈക്കിൽ ഒരു ദിവസം കൊണ്ട് പോകുമ്പോൾ ഈ പുള്ളി അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, സാറെങ്ങോട്ടാ? അപ്പോൾ പറഞ്ഞു, ഞാൻ പന്തളത്തിനാണ്. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടില്ലേ, കയറിക്കോളാം. കയറ്റി പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, സാറിനെ പോലെ ആത്മാർത്ഥതയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ലോകം എപ്പോഴേ ശരി, KSEB ലോകം ശരിയായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയാം, 18 വർഷമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു നല്ല വാക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന അച്ഛൻ പറയുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു ആത്മസുഹൃത്താണ് അദ്ദേഹം. KSEB ചെങ്ങന്നൂർ വന്നു. ചെങ്ങന്നൂർ വന്നപ്പോൾ സാധാരണ 1 മണി തൊട്ട് 2 മണി വരെ ബ്രേക്കാണ്. പക്ഷെ ബ്രേക്ക് ഇല്ലാതെ KSEBയിൽ വൈകിട്ട് 6 മണി വരെ കറണ്ട് ചാർജ് എടുക്കാൻ നേതൃത്വം കൊടുത്തത് ഈ രവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ക്രൈസ്തവ സഭയുമായിട്ട് നല്ല ആത്മബന്ധമാണ്. അദ്ദേഹം OBBS പഠിച്ച ഒരു മനുഷ്യനാണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. എല്ലാവരും പോകുന്നവന് പോകാനല്ല, അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. അപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറയും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഒരു മനുഷ്യൻ ഒരു കുതിരയെ മേടിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുതിരയെ മേടിച്ചപ്പോൾ കുറച്ച് എല്ലാവരും കൂടെ പറഞ്ഞു, നല്ല ഒരു കുതിരയാണ്. നമ്മളൊക്കെ കുതിര മേടിച്ച് എന്ത് കാര്യത്തിനാണ്? കണ്ടില്ല, ലക്ഷണം ഒത്തൊരു കുതിരയാണെന്നുള്ളത്. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാണാനില്ല. അപ്പോൾ ഈ പറഞ്ഞ പുള്ളികൾ എല്ലാവരും കൂടെ പറഞ്ഞു, അയാളുടെ ഭാഗ്യക്കേട് തുടങ്ങിയതേ ഉള്ളെന്ന് പറഞ്ഞു. ഏതാ ഭാഗ്യവാനെന്ന് പറഞ്ഞതാണ്, ഭാഗ്യക്കേട് തുടങ്ങിയേ ഉള്ളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുതിരയും അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളും കൂടെ തിരിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞ പുള്ളികൾ എല്ലാവരും കൂടെ പറഞ്ഞു, നമ്മൾ പറഞ്ഞ പോലൊന്നും അല്ല, അയാൾ ആരാ? ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഒന്നിനെ മേടിച്ചോളൂ, നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ടോ ഒന്ന്, കണ്ട ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അയാളുടെ മകൻ ഇങ്ങനെ കുതിരപ്പുറത്തിങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ താഴെ വീണ് കാലൊടിഞ്ഞു. അപ്പോൾ വീണ്ടും ഈ ആളുകൾ എന്താ പറഞ്ഞു? അവൻ്റെ ഗ്രഹപ്പഴ തുടങ്ങിയതേ ഉള്ളെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ എഴുന്നേറ്റ് നടക്കാവുന്ന മുഴുവൻ ചെറുപ്പക്കാരെയും പിടിച്ച് യുദ്ധത്തിന് കൊണ്ടുപോയി. ഒത്തിരി പേര് മരിച്ചുപോയി. അപ്പോൾ ഈ ആളുകൾ വീണ്ടും പറഞ്ഞു, എന്താ പറഞ്ഞു? അവയുടെ മോൻ ഭാഗ്യവാനാ, അവൻ്റെ കാലൊടിഞ്ഞിരുന്നതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ആളുകൾ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. രണ്ടാമത് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമുക്ക് കാഴ്ചപ്പാടുണ്ടാകണം, വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാകണം, ലോകത്തിൻ്റെതല്ല. മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാണ്. വേഗത്തിൽ നീങ്ങാനുള്ള കഴിവ് കഴുകൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ കാറ്, ബൈക്ക്, വാഹനങ്ങളെല്ലാം പെർ കിലോമീറ്റർ 1 മണിക്കൂറിൽ യാത്ര ചെയ്യുന്നതാണ്. ഇത് മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിവ് കഴുകാനുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമി ചെയ്യാനുണ്ട്. ടാഗോറിന്റെ വളരെ പ്രസിദ്ധമായ പല കാര്യങ്ങൾ നിങ്ങളൊരു പക്ഷെ പഠിച്ചു കാണും. അതിനകത്ത് അദ്ദേഹം പറയുന്ന 4 ശ്രദ്ധേയങ്ങളായ വരികളുണ്ട്. എന്തെന്നറിയോ? ദ വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്,
ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇതെല്ലാം ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം മനോഹരമാണ്. പക്ഷെ നമുക്കിനി അനേകം മൈലുകൾ യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് എന്തെല്ലാം കടമകൾ, കർത്തവ്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. കഠിനാധ്വാനവും ദൈവകൃപയും ഉണ്ടെങ്കിൽ ഏത് നിലയിലും എത്തിച്ചേരാൻ നമുക്ക് കഴിയും. നെപ്പോളിയൻ പറയുമായിരുന്നു, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ലെന്ന് പറഞ്ഞു. എന്നാൽ അധ്വാനിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന് ഞങ്ങളൊന്നിച്ച് ഒരു വർഷം പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ചു. സെഞ്ചുറി ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു പയ്യൻ അവിടെ ദേവാലയത്തിൽ വരുമായിരുന്നു. അവൻ 6:45 ദേവാലയത്തിൽ വരും. 7 മണിക്കാണ് നമസ്കാരം ആരംഭിക്കുന്നത്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അവനെല്ലാം ഞായറാഴ്ചയും ക്രമമായിട്ട് വന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, മോനെ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭവനത്തിലെയാണ്. അച്ഛന് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, മോൻ മദ്ബായി കയറുന്നുണ്ടോ ഇത്രയും തീഷ്ണതയോടെ? 17 വയസ്സുള്ളവ. പല കുഞ്ഞുങ്ങളും ദേവാലയത്തിൽ ആരാധനയ്ക്ക് മുടക്കം വരുത്തുമ്പോൾ അവൻ 6:45 മുതൽ കുർബാന ക്രമമൊക്കെ പിടിച്ച് 7 മണി നമസ്കാരം തൊട്ട് മുഴുവൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, മദ്ബായി കയറുന്നുണ്ടോ? അവൻ പറഞ്ഞില്ല, ഞാൻ താഴെ നിന്നുള്ളതാണ്. അവൻ മനസ്സിലായി അവൻ്റെ വീട്ടിൻ്റെ ബുദ്ധിമുട്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ നന്നായിട്ട് പഠിച്ചു. ദേവാലയത്തിൽ ആരാധനയിൽ അവൻ വീഴ്ച വരുത്തിയില്ല. നന്നായിട്ട് പഠിച്ചിട്ട് 95% മാർക്ക് മേടിച്ച് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പാസ്സായി. അവന് മെറിറ്റിൽ BSc നഴ്സിംഗിന് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ അടൂര് കിട്ടി. അവൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3.5 ലക്ഷം രൂപ മാത്രമേ അവന് ചിലവുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ മിനിമം 12 ലക്ഷം രൂപയെങ്കിലും 8.5 ലക്ഷം രൂപ അവൻ്റെ വീടിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവൻ പഠിച്ചത് കൊണ്ട് ആ കുഞ്ഞിനെ ലാഭപ്പെടുത്തി, ആ വീടിന് ലാഭപ്പെടുത്തിയെടുത്തു. നമ്മുടെ ആളുകളുടെ എല്ലാം ധാരണ UK-യിലും അവിടെയൊക്കെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പോയത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ മാത്രമേ ജീവിക്കാനൊക്കെ തുറന്ന. എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്. അവൾ കൊല്ലത്ത് വാല്യുവേഷന് പോയി. അവിടെയുള്ള അധ്യാപകരുമായിട്ട് സംസാരിച്ചപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ഭാഗത്ത് 10 വീടെടുത്താൽ ഒരു വീട്ടിൽ സർക്കാർ ജോലിക്കാരനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കോമൺ സെൻസും ഇല്ലാതെ പോവാം. ഇവിടെ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നത് മോശമാണെന്നൊന്നും പറഞ്ഞില്ല, പോയി. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പിതാവിനോട് പറഞ്ഞു, അച്ഛാ UAE-യിലായിരുന്നു അവർ പോയി. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ മനസ്സിലായി അബദ്ധത്തിലാണ് ചെന്ന് ഈ അടിയിരിക്കുന്നത് മനസ്സിലായി. അവൻ തിരിച്ച് UAE-യിൽ തിരിച്ചു വന്നു. പോയ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറയുന്നത് ഇവിടെ സാധ്യതയുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കണം, അല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഒരു മകനെ ഉപദേശിച്ചുകൊണ്ടൊരു പിതാവ് പറഞ്ഞു, 3 കാര്യങ്ങൾ നീ ചെയ്യണം. 1, ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കണം. 2, ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ നീ ഉറങ്ങണം. 3, ഏറ്റവും മികച്ച വസതിയിൽ വസിക്കണം. ദരിദ്ര കുടുംബത്തിൽ പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇത് കേട്ട മകൻ അപ്പനോട് ചോദിച്ചു, നമ്മൾ ദരിദ്രരാണെന്ന് അപ്പൻ അറിഞ്ഞുകൂടെ? അപ്പൻ പറഞ്ഞു, നീ ശരിക്കും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ അത് ഏറ്റവും രുചികരമായ ഭക്ഷണമാണ്. നീ സത്യസന്ധമായും ആത്മാർത്ഥമായും കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി കിടന്നാൽ നീ ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ കിടക്കും. നീ എല്ലാവരോടും മര്യാദ പാലിക്കുകയും അവരോട് മാന്യതയോടും ആദരവോടും കൂടെ പെരുമാറുകയും ചെയ്താൽ നീ അവരുടെ ഹൃദയത്തിൽ വസിക്കും. അതാണ് ഏറ്റവും മികച്ച വസതി. ഞാൻ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. 4ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4, മലമുകളിൽ പോയിരുന്ന് അതിൻ്റെ തൂവലുകളെല്ലാം ഈ കഴുകൻ പറിച്ചു കളയും. മറ്റൊരു പക്ഷിയും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ കഴുകൻ ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിൽ മലയുടെ മുകളിൽ പോയിരുന്ന് ഒരു ബുദ്ധിമുട്ടും ഒരു പക്ഷിയിൽ നിന്നോ ആരിൽ നിന്നോ ഉണ്ടാകാത്ത തരത്തിൽ അവിടെ പോയിരുന്നിട്ട് അത് ചെയ്യുന്ന പണി, അതിൻ്റെ ഈ തൂവലുകളൊക്കെ ചുണ്ടുകൊണ്ട് ഓരോന്നോരോന്ന് പറിച്ചു കളഞ്ഞിട്ട് ഒരു തൂവല് പോലും ശേഷിക്കാതെ ഒരിരിപ്പുണ്ട്, ഒരു കാത്തിരിപ്പാണ്. എന്തിനാണെന്നറിയോ? പുതിയത് കിളിർക്കാനാണ്. പൗരസ്ത്യ ചിന്തയിൽ കഴുകന്റെ ശക്തി ക്ഷയിക്കുന്നില്ല. 103-ാം സങ്കീർത്തനത്തിൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കൊണ്ട് അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇതൊരു കാത്തിരിപ്പാണ്. എന്തിനാ കാത്തിരിക്കുന്നത്? ശക്തി പുതുക്കി ഉയരത്തിലേക്ക് പറക്കാനാണ്. സ്വർഗാരോഹണം മുതൽ
പെന്തിക്കോസ്തി വരെയുള്ള 10 ദിവസം സഭ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ട് വേർതിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കുന്നത്? കിട്ടാത്ത ഒന്നിനു വേണ്ടി കാത്തിരിക്കുകയല്ല, കിട്ടിയതിൻ്റെ പുതുക്കത്തിന് വേണ്ടിയാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ ദേവാലയത്തിന് നടുക്കൊരു വിളക്കുണ്ട്. ഈ വിളക്ക് കുറേ കത്തിച്ച് കഴിയുമ്പോൾ അതിന് ക്ലാവ് പിടിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ബ്രാസോ പോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ഭംഗിയായി അത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പം പഴയതുപോലെ തന്നെ തിളക്കമുള്ളതാവും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിൻ്റെ മാലിന്യങ്ങളെ നീക്കി വെണ്മയുള്ളതാക്കി തീർക്കാൻ 10 ദിവസം നമ്മൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി സഭ വേർതിരിച്ചിരിക്കുകയാണ്. നോമ്പ് ശരിക്കും പറഞ്ഞാലില്ല, പക്ഷേ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി വേർതിരിക്കുകയാണ്. നമുക്ക് ഒരു കാത്തിരിപ്പ് വേണ്ടേ? ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് അടുത്തിരിക്കുകയാണ്. ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ഹോംവർക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. കർത്താവിനോട് അപ്പസ്തോലന്മാർ ചോദിച്ചു, നിന്റെ വരവിന് മുൻപായി നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? വിശുദ്ധ മത്തായി 24. നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചാൽ മതി. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ അടയാളം കാണിക്കും, അവരെ നിങ്ങൾ അനുഗമിക്കരുത്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും, യുദ്ധശ്രുതികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. നമ്മൾ കാത്തിരിക്കണം. ആർക്കു വേണ്ടി? 10 കന്യകമാരെ പോലെ. അവർ 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു. ബുദ്ധിയുള്ളവര് വിളക്ക് കരുതി. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ മംഗലം മാത്രമേ ഉള്ളെന്ന്. ശനിയാഴ്ച ഇവിടെ പെയ്തോന്ന് എനിക്കറിയുന്നില്ല, വളരെ ശക്തമായ മഴയായിരുന്നു. പലയിടത്തും കറണ്ടില്ല. കാരണം ശക്തമായ മഴയ്ക്ക് പോസ്റ്റൊക്കെ ഒടിഞ്ഞു വീഴുകയോ ഇടൊക്കെ പറ്റി. അതുകൊണ്ട് മിക്കവാറും പള്ളികളിലൊക്കെ ആളുകൾ കുറവായി. തലേദിവസം മഴ പെയ്താൽ പിറ്റേ ദിവസം ആൾ വരത്തില്ലേ? എന്ത് പറ്റിയെന്നറിയാവോ? ഈ 5 പേര് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ രാവിലെ എഴുന്നേറ്റിട്ട് സമയമുണ്ടല്ലോ തേക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ കറണ്ടില്ല. പിന്നെങ്ങനെ ആ പള്ളിയിൽ പോകുന്നത്? ബുദ്ധിയുള്ള കന്യകമാര് ഇതൊരു വലിയ പ്രൊസഷനാണ്, ഒത്തിരി സമയം എടുക്കുന്ന. അതുകൊണ്ട് അവർ വിളക്കിനകത്ത് എണ്ണ നിറച്ചത് കൂടാതെ ഒരു ചെറിയ കുപ്പിക്കകത്തും എണ്ണ കരുതി വെച്ചു. അതുകൊണ്ട് കാത്തിരിക്കണം. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. കഴുകൻ ഏറ്റവും ഉയരത്തിലാണ് അതിൻ്റെ കൂടുണ്ടാക്കുക. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് ഒരു പരാമർശമാണ്. കഴുകൻ ഈ കൂടൊക്കെ കൂടും. ആദ്യം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മുള്ളൊക്കെ ആയിരുന്നു. രണ്ടാമത് അതിൻ്റെ പുറത്ത് കുറച്ച് തടി കഷ്ണമൊക്കെ ആയിരുന്നു. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് തുണിയാണ്. നാലാമത്തത് പഞ്ഞിയാണ്, പഞ്ഞി പോലുള്ള സാധനങ്ങൾ വെക്കും. അപ്പം 4 ലെയർ വെച്ച് നല്ല സൂപ്പർ മെത്തയാണ്. കഴുകൻ കൂടുകൂട്ടി കുഞ്ഞുങ്ങളൊക്കെ പറക്കം പറ്റിയെങ്കിലും അവർ പറക്കുന്നില്ല. കാരണം പറയാമോ? കഴുകൻ്റെ കുഞ്ഞുങ്ങൾ പറക്കമുറ്റെങ്കിലും പറക്കുന്നില്ല. കാരണം ഉറങ്ങുന്നവരോട് എന്തോ പറയാം. എന്തുകൊണ്ടാ? നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് സത്യത്തിൽ ഉണർന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ചിലപ്പോൾ സംസാരിക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ സംസാരിക്കുന്നത് എന്തുവാന്ന് അവർ കേൾക്കത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ തെറ്റിദ്ധരിച്ചു പോയച്ചോ. എന്തുകൊണ്ടാ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ പറക്കം വിട്ടിട്ടും പറക്കാതിരിക്കുന്നത്? കേട്ടില്ല. പറക്കാൻ അറിയത്തില്ല. കറക്റ്റാ ഉത്തരം. പിന്നെ എന്തെങ്കിലും അങ്ങ് പറ. കേട്ടില്ല, പേടിയാണ്. എന്തോ കേട്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞോ. എന്തുകൊണ്ടാ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ പറക്കാത്തേ? കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാരെങ്കിലും വിദേശത്ത് പോകുമോ? എടാ ഇനി പോരെ, കുഴപ്പമൊന്നുമില്ല, ഒരു 50,000 രൂപ വെച്ച്, അല്ലെ വേണ്ട 35,000 രൂപ വെച്ച് മാസം തരാമെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം വീട്ടിൽ നിന്ന് ഇറങ്ങുമോ? ഇല്ല. മാക്സിമം അമ്മമാർ നോക്കും കേട്ടോ, വിടാതിരിക്കാൻ, പുറത്തോട്ട് വിടാതിരിക്കാൻ.
ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനോട് പറയുന്നില്ല. ഈ കഴുകന് കൂടുകൂട്ടി എല്ലാം കൂടി ഇരിക്കുക. ഒരു കഥ പറഞ്ഞു. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കഥ പറഞ്ഞു. കഥയുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴും ഈ കഴുകൻ ആദ്യം ആ സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ സാധനം കൊത്തി പുറത്തം കളയും. പിന്നെന്തോണ്ട് കുറേ തുണി കഷ്ണമുണ്ട്, അതിൻ്റെ അടി തടിയുണ്ട്, അതിൻ്റെ അടി മുള്ളുണ്ട്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ രണ്ടാമത് ഈ കഴുകൻ എന്ത് ചെയ്യുന്നറിയോ? ഈ രണ്ടാമത്തെ ലെയർ തുണി അങ്ങ് എടുത്ത് കളയും. പിന്നെ മരമാണ്. അപ്പോൾ ദേഹത്തൊക്കെ ചെറുതായിട്ട് കൊള്ളും, എന്നാലും കുഴപ്പമില്ല, സുഖമായിട്ട് ഭക്ഷണം കിട്ടുമല്ലോ, അങ്ങനെ ഇരിക്കും. മൂന്നാമത്തെ ലെയറും എടുത്ത് കളയും. കഥയുടെ ക്ലൈമാക്സിൽ കഴുകൻ എന്ത് ചെയ്യുന്നറിയോ? അപ്പം മുള്ളിൻ്റെ അവിടോട്ട് വരുമ്പം ദേഹമൊക്കെ കൊള്ളും, എന്നാലും വേണ്ടിയില്ല, ആഹാരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. നാലാമത് കഴുകൻ ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞാൽ കൂട് പിടിച്ചൊരു കുലുക്കും. കൂട് കംപ്ലീറ്റ് അങ്ങ് തകർന്നു പോകും. പിന്നെ പറക്കാതിരിക്കാൻ ഒക്കുമോ? നിങ്ങൾ തമ്മിണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കഴുകൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ എവിടെ? എന്നാ പാർട്ടികളാണ്. കഴുകൻ കൂട് പിടിച്ചനക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് താഴോട്ട് വരും. മരിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഇരിക്കുന്നതിൽ? ഒരൊറ്റ മനുഷ്യന് ചുമ്മാ ഇടയ്ക്ക് വിളിച്ചങ്ങ് പറയും, അയ്യോ എങ്ങനെയെങ്കിലും ഇത് മരിച്ചാൽ മരിച്ചു. വെറുതെയാ, ഒറ്റ മനുഷ്യനില്ല. 100 വയസ്സായ അമ്മച്ചിയോട് ചോദിക്കും, ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാം, 5ാമത്തെ തലമുറയിലെ നമ്മുടെ കുഞ്ഞുമോൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടേച്ചു പോകാൻ ഒരു മനുഷ്യന് ആഗ്രഹമില്ല. ഭക്തന്മാരൊക്കെ ഉണ്ടല്ലോ, പോകാൻ ആഗ്രഹിച്ചവരാ. ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വേർപെട്ട് കിട്ടിയാൽ മതി എന്ന് പറയും. പൗലോസ്ലീഹ പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ്. ഈ എന്ത് വിട്ടുപിരിയാനാ? ആത്മാവ് ശരീരത്തിലൊന്ന് വേർപെട്ട് വരിക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് വരുമ്പം മരിക്കുമെന്ന് ഉറപ്പാവും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ചിറക് വിടർത്തി പറക്കും. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ കഴുകൻ കൂടനക്കിയിട്ട് അവിടെ ഇരിക്കത്തില്ല. കൂടനക്കിയിട്ട് നേരെ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ താഴോട്ട് വരും. തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പറക്കുമെന്നറിയാം. പക്ഷെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടെങ്കിൽ താഴെ വീണ് തകർന്നു പോകാതിരിക്കാൻ അവസാന നിമിഷം വരെ ഈ കഴുകൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. തൻ്റെ കുഞ്ഞ് പറക്കത്തില്ല, ബാക്കിയുള്ളവരെല്ലാം പറന്നു കഴിഞ്ഞിട്ട് തൻ്റെ കുഞ്ഞ് പറക്കത്തില്ലെന്ന് അറിയുമ്പം കഴുകൻ തൻ്റെ ചിറകങ്ങോട്ട് വിരിച്ചിട്ട് അതിനെ, ഈ കുഞ്ഞിനെ ഈ തൻ്റെ ചിറകിലിരുത്തി ഉയരത്തിലേക്ക് പറക്കും. നമുക്ക് ചേർന്നൊന്ന് പാടാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചോ. കൂടുകളെ പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചോ. ചിറകുകളതിന്മേൽ വഹിച്ചു നമ്മെ. നീലം പരിചായി നാം നശിച്ചിടതേ. പരമപിതാവിനു അവനല്ലോ നമ്മുടെ, നിങ്ങൾ സ്ത്രീകൾ എന്നോട് ക്ഷമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കൂടനക്കിയിട്ട് പറക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. അമ്മമാരാണ്. ജിറാഫ് എന്ന് പറഞ്ഞ മൃഗത്തെ കണ്ടിട്ടുണ്ട്? ഇവിടെങ്ങുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ജിറാഫിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താ അറിയാമോ? പ്രസവിച്ചിട്ട് കഴിയുമ്പം ഈ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നേച്ച് ഇത് കാലുകൊണ്ടൊരു തട്ട് കൊടുക്കും. ഈ കുഞ്ഞിനെ തട്ടി ദൂരോട്ടിടും. നമ്മളെങ്ങാണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അന്നേരെ ഒരു കമ്പെടുത്ത് 2 ആർക്ക് കൊടുക്കും? ജിറാഫിന് കൊടുക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുന്ന് തട്ടിയെടുത്തെറിയും. എന്നിട്ട് 3ാമത് ചെന്നും തട്ടും, 4ാമതും ചെന്ന് തട്ടും, 5ാമത് ഈ അമ്മ അടുത്ത് വരുമ്പം ജിറാഫിൻ്റെ കുഞ്ഞിന് മനസ്സിലാവും സംരക്ഷിക്കാൻ വരുവല്ല, പിന്നെ തട്ടാൻ വരികയാണെന്ന് മനസ്സിലായിട്ട് ഇറങ്ങി ഓടുക. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യന് മാത്രമേ വിവേകമുള്ളെന്ന്. ചുമ്മാതാ. വിവേകമില്ലാത്തത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ കഴുകൻ ഈ ജിറാഫ് എന്താ ചെയ്യുന്നതെന്നറിയാവോ? തൻ്റെ കുഞ്ഞ് ഈ വനത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ക്രൂരമൃഗങ്ങൾക്ക് ഇരയാകാതെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഈ കുഞ്ഞിനെ തട്ടുക. നമ്മുടെ അമ്മമാര് സൈക്കിൾ പഠിച്ചു കഴിഞ്ഞിട്ടും കാരിയറിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക.
സത്യമായി. ഇന്ന് ഒരു പെൺകുട്ടി അവൾ എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞ, അച്ഛാ എനിക്ക് കുറേ സങ്കടം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, രാവിലെ ഞാൻ അച്ഛൻ ഫ്രീ ആവുമെന്ന് ചോദിച്ചു. അവളുടെ 11:30 ആയപ്പോൾ എന്നെ വിളിച്ചു. 1 മണിക്കൂർ അവിടെ സങ്കടം പറയുക. എന്നോട് പറയാം, എൻ്റെ അച്ഛോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ രാത്രിയിൽ ഈ അമ്മ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഈ മോൻ പറയുക, നമുക്ക് കുഞ്ഞുങ്ങൾ ഉടനെ വേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയാണോ തീരുമാനിക്കുന്നത് കുഞ്ഞിനെ വേണോ വേണ്ട എന്ന്? ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, കൊള്ളരുതായ്മയെന്ന് അതിന് പച്ച മലയാളത്തിൽ പറയുന്നത്. നിങ്ങൾ ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പറയുക, അവരെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്, അവർ ജീവിക്കട്ടെ. 10, 29, 30 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുക. എന്താ കാര്യത്തിന്? വേറെ ഒരു പണിയില്ലയോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എന്താ വേറെ ഒരു പരിപാടി ഉണ്ടല്ലോ ഈ അവിടെ എന്തോ നമ്മൾ ഈ പറമ്പൊക്കെ വൃത്തിയാക്കാൻ പോകുന്നു, തൊഴിലുറപ്പ്. ഒരു പണിയില്ലെങ്കിൽ, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, തൊഴിലുറപ്പിനെങ്കിലും പോകണം. വേറെ ഒരു പണിയില്ല. ആ കൊച്ചു വിളിച്ച് സങ്കടം കരഞ്ഞോണ്ടാ എന്നോട് പറയുക, ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഈ ജിറാഫിനുണ്ട വിവേകം പോലും മനുഷ്യനില്ലല്ലോ. അവരുടെ പുറകെ നടക്കുക. മോളെ കെട്ടിച്ച് വിട്ടാൽ അവളുടെ പുറകെ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുക. വേറെ ഒരു പണിയില്ലയോ? അവർ സന്തോഷമായിട്ട് ജീവിക്കും. ഇടപെടണം. എപ്പോഴാണ് ഇടപെടേണ്ടത്? അവരുടെ ജീവിതം പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഇടപെട്ടാൽ മതി. എന്നും രാവിലെ വിളിച്ചിട്ട് മോളെ എന്തുമായിരുന്നു രാവിലെ കാപ്പിക്ക്? വേറെ ഒരു പണിയില്ല. നിങ്ങൾ അവിടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെ തൊഴിലുറപ്പിന് പോകും. ഞാൻ വെറുതെ പറയുന്നതല്ല. കൂടനക്കണം. ആദ്യം ഞാൻ പറഞ്ഞതാണ്, കൂടനക്കണം. കൂടനക്കെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ വളർന്നു. ഒരു വാഴ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് വാഴക്കുറ്റി ഇതിനകത്തൊന്ന് ഈ എന്തിനാ ഇത് ചെറിയ ഇതെല്ലാം എടുത്ത് മാറ്റി വെക്കുന്നത്? അങ്ങനെ മാറ്റി വെച്ചെങ്കിലേ അത് നിൽക്കത്തുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ നിന്നാൽ ശുഷ്കിച്ചേ നിൽക്കത്തുള്ളൂ. എനിക്കൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയാം. ആ സ്ഥാപനത്തിൽ ഞാൻ സ്ഥാപനമൊന്നും പറയുന്നില്ല, അവരുടെ ആ സഹോദരങ്ങളുടെ മക്കളിൽ ആര് വിവാഹം കഴിക്കുന്നതിന് മുമ്പും അവരൊരു ഫ്ലാറ്റ് എടുക്കും. ഫ്ലാറ്റ് എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് ആ മകനെയും മരുമകളെയും കൂടെ അവിടെ താമസിപ്പിക്കും. നേരെ കല്യാണം കഴിഞ്ഞാൽ ചെന്ന് കയറുന്ന അവിടെ വാടക കൊടുത്ത് അവിടെ താമസിച്ചാൽ മതി. ഒരു കാരണവശാലും, ഞാൻ തമാശയായിട്ട് പറയുന്നല്ല, ഞങ്ങൾ പുരോഹിതന്മാരെന്നുള്ള നിലയിൽ കണ്ടോണ്ടിരിക്കുക. ഈ കൂടാനക്കത്തില്ല, ഇതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ ഒരെണ്ണം, ഞാൻ പറയുക, ഇനിയിപ്പോ പറയുന്നോണ്ട്, നട്ടല്ലില്ലാത്ത ഒരെണ്ണം പോലും കല്യാണം കഴിക്കരുത്. നട്ടല്ലുണ്ടെങ്കിൽ മാത്രം അത് നോക്കണം. ഇടയ്ക്ക് ഇങ്ങനെ തപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, സങ്കടം കൊണ്ട് പറയുന്ന. അമ്മമാരോടും അപ്പനോടും ചോദിച്ചാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അല്ല. തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരുടെ എല്ലാ കാര്യം. ഡോക്ടർ ഡി ബാബു പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ പോക്കോ വാഹനത്തിൽ, സൈഡ് മിററിൽ കൂടെ ഞങ്ങൾ പുറകിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ നിന്ന് വരണ്ട. അത് നമ്മുടെ ഈ മനോഭാവം എന്ന് മാറും. കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞ ഇന്ന് നിങ്ങൾക്ക് പാനക്കത്തിൽ 84 സങ്കീർത്തനം 3-ാം വാക്യം, കുരുകിലൊരു വീടും, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഈ മീവൽ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയ മീവൽ പക്ഷിയുടെ പ്രത്യേകത, മീവൽ പക്ഷി എല്ലാ പക്ഷികളെ പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും. ആഹാരം കൊടുത്തിട്ട് ആഹാരം കൊടുക്കാൻ നിർവാഹമില്ലാതെ വരുമ്പം മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ കൂർത്തുമൂർത്ത ചുണ്ടുകൊണ്ട് തൻ്റെ മാറ് കുത്തി തുറന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് രക്തം കൊടുക്കും. രക്തം കൊടുത്തിട്ട് അവസാനത്തെ തുള്ളി രക്തം വരെ കുടിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് പുറകോട്ട് വീണ് മരിക്കുകയാണ് മീവൽ പക്ഷി. ആ മീവൽ പക്ഷിയെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കുരുകിലൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അതാണ്. കണ്ടയോ സുവിശേഷം പറയുക, അവൻ്റെ രക്തം ഒഴുകി തീർന്നു, പിന്നെ ഒഴുകാനുള്ളത് വെള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ 5 കാര്യങ്ങൾ കഴുകൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ രാത്രി ചിന്തിക്കാൻ ആഗ്രഹിച്ചു. നമ്മളൊന്ന് ചിന്തിച്ചു. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നതാണ്. പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഉയരത്തിലേക്ക് നോക്കി യാത്ര ചെയ്യണം. 2, നമുക്ക് കാഴ്ചയല്ല ആവശ്യം, കാഴ്ചപ്പാട് വ്യത്യാസമാക്കണം. എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പോലല്ല.
ക്രിസ്ത്യാനിക്ക് അവൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. 3, വേഗത്തിൽ നീങ്ങാനുള്ള കഴിവ് അതിനുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ, ചില കടമകൾ, ചില കർത്തവ്യങ്ങൾ മാതാപിതാക്കളോടുണ്ട്, മക്കളോടുണ്ട്, ഭാര്യയോടുണ്ട്, ഭർത്താവിനോടുണ്ട്, എല്ലാവരോടും ഉണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. ഞാൻ പറയാൻ ആഗ്രഹിച്ചല്ലെങ്കിൽ അതുകൂടെ പറയാം. വിവാഹ ജീവിതം ആഗ്രഹിക്കുമ്പോൾ സത്യത്തിൽ അവരുടെ വിവാഹം നടക്കുമ്പോൾ പറയണമെന്ന് വിചാരിച്ചാണ്. ഈ അടുത്ത സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നി. പ്രായമുള്ള ഒരു 10-65-70 വയസ്സുള്ളൊരു പിതാവും ഒരു 65-66 വയസ്സുള്ള അമ്മയും അവരൊന്നിച്ച് അവർ രണ്ടുപേരും മാത്രമായിട്ടൊരു വീട്ടിൽ താമസിക്കുകയാണ്. ചെറുപ്പക്കാരായ 2 പേര് പുതുതായിട്ട് ദേവാലയത്തിൽ വന്നു. അപ്പോൾ അവരോട് ഇവർ സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ വാ, കുർബാന കഴിയുമ്പോൾ വന്ന് ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി വീട്ടിൽ നിന്ന്. അവർ കാപ്പി കുടിക്കാൻ പോയി. കാപ്പി കുടിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാപ്പിപ്പൊടിയുടെ പാത്രം തുറക്കാൻ ഈ അപ്പച്ചൻ്റെ അമ്മച്ചി കൊടുക്കും, തുറക്കാൻ പറയും. അത് സത്യത്തിൽ എനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നിയത്. കൊടുക്കാൻ പറയുന്നതിന് അപ്പച്ചനത് തുറന്നു കൊടുക്കും. ഇങ്ങനെ ഒരു 3-4 ആഴ്ചയായപ്പം അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആർക്കാ? അമ്മച്ചിക്ക് ബുദ്ധിമുട്ടില്ല, അപ്പച്ചനും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ വന്നവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാവും, ഇവരോട് പറയാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പാത്രം തുറക്കാനുള്ളൊരു സാധനമൊക്കെ ഇവർ മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ്, അമ്മച്ചി വേണ്ട, ഇത് ഇനി അപ്പച്ചനെ എപ്പോഴും പോയിച്ചൊന്നും വിളിക്കേണ്ട, ഇത് തുറക്കാമോ. പിന്നെ അമ്മച്ചി ഈ സാധനം അവിടെ വെച്ചേച്ച് അമ്മച്ചി അപ്പച്ചൻ്റെ കൊണ്ട് കൊടുക്കും. അപ്പോൾ പറഞ്ഞ്, എന്തിനാ വെറുതെ കാശ് മുടക്കി സാധനം മേടിച്ച്, അമ്മച്ചിക്ക് ഇങ്ങനെ ഒക്കത്തുള്ളൂ. ഉടനെ പറഞ്ഞ്, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമേ, ഈ അമ്മച്ചി പറയുക, അതിപ്പോഴത്തെ ഈ ചെറുപ്പക്കാർക്ക് മനസ്സിലാകാത്തതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. എൻ്റെ മക്കളെ, എനിക്ക് ഈ പാത്രം തുറക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, എൻ്റെ കൈക്ക് യാതൊരു ബലഹീനതയില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം തുറക്കുമ്പോൾ ഞാൻ മുഖത്തോട്ട് നോക്കുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാം. എന്നെ കൊണ്ട് തുറക്കിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിനും അറിയാം എനിക്ക് തുറക്കാൻ അറിയാമെന്ന്. ഇത് അങ്ങനെങ്ങാനും ഒരു തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിട്ട് കുടുംബജീവിതം നയിച്ചു പോയതിന് പറയുന്നില്ല. 4 തൂവലുകളെല്ലാം പറിച്ച് പുതിയത് കിളിർക്കുന്നത് വരെ ഒരു കാത്തിരിപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ ശീലിപ്പിക്കുന്നത് പോലെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത് പോലെ നമുക്കും കുഞ്ഞുങ്ങൾ പറക്കാൻ ശീലിപ്പിക്കാം. കൂടനക്കാതെ കൂട്ടിനുള്ളിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി അല്ല, അവരെല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വളരണം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ അച്ഛൻ ഒത്തിരി നല്ല വാക്ക് പറഞ്ഞു. അങ്ങനെയൊക്കെ ആകാൻ ഞാൻ ശ്രമിക്കുക. എൻ്റെ കുഞ്ഞനുജനായിട്ട് 1 വർഷം സത്യത്തിൽ എൻ്റെ കൂടെ നിന്നു. ഞാൻ അച്ഛനെ വിളിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ എന്തോ വിളിച്ചെന്ന് നിങ്ങൾക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടെന്ന് എനിക്ക്. ഞാൻ മോനെ എന്ന് മാത്രമേ വിളിച്ചു. എൻ്റെ കൂടെ ഞാൻ എൻ്റെ കുഞ്ഞനുജനെ പോലെ ചേർത്ത് നിർത്തി. ഒത്തിരി കഴിവുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല ഭംഗിയായിട്ട് എഴുതും. മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഈ പള്ളിക്ക് ഒരു ജനറേറ്ററായി എല്ലാ സംവിധാനങ്ങളും. ഇതിന് വലിയ കഴിവല്ല, അച്ഛന് കഴിവുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ, ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പുരോഹിതനാണ് അച്ഛന്. നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയല്ല. വളരെ താഴ്മയുള്ള, വിനയമുള്ള എൻ്റെ ഒരു കുഞ്ഞനുജനാണ്. ഈ ദേവാലയം ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് നിന്ന് ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പോരുന്ന സന്ദർഭത്തിലും എന്നോട് പറഞ്ഞൊരു സങ്കടമുണ്ട്. ആ സങ്കടം മറ്റൊന്നുമല്ല, അച്ഛൻ്റെ കൂടെ 3 വർഷം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ലെന്നുള്ള ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. 1 വർഷമേ കിട്ടിയുള്ളൂ. പക്ഷേ ആ 1 വർഷം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും അല്ല ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ 1 വർഷം കൂടി ഞാൻ അച്ഛന് പകർന്നു നൽകി. എൻ്റെ കുഞ്ഞനുജൻ പ്രത്യേകിച്ച് എന്നെ ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചതിൽ ഞാൻ നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ ഉറങ്ങാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഉറങ്ങിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം സംബന്ധിച്ച നിങ്ങളെല്ലാവരോടും തമിഴ് ரொம்ப താങ്ക്സ്.